Hi friends, welcome to Veranda Race YouTube channel. അപ്പോൾ ഞാൻ ആശ. ഇന്ന് സിലോജിസത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് only a few onlyയുടെ കൺസെപ്റ്റ് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഞാൻ കുറച്ച് പുതിയ കീവേഡ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ചെയ്യാനുള്ള രീതി ഫോർമാറ്റും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിലോജിസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിലിംസിന് വരുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മെയിൻസിന് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സെക്ഷനാണ് സിലോജിസം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ PSC ബാങ്ക് SSC റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഓൺലി എ ഫ്യൂ ഫാൻറ്റാസ്റ്റിക് ആർ ഫാൻസ്. ഓക്കെ, നമുക്ക് കുറച്ച് ഫാൻറ്റാസ്റ്റിക് എന്താണ്? ഫാൻസ് ആണ്. അതുപോലെ എന്താണ്? കുറച്ച് ഫാൻറ്റാസ്റ്റിക് ഫാൻ അല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും പറയുന്നുണ്ട്. അടുത്തത് ഓൾ ഫാൻസ് ആർ ഫാബുലസ്, എല്ലാ ഫാൻസും ഫാബുലസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഓൾ ഫാൻറ്റാസ്റ്റിക് ആർ ഫാബുലസ്, എല്ലാ ഫാൻറ്റാസ്റ്റിക്കും ഫാബുലസ് ആണോ? അല്ല. സം ഫാബുലസ് ആർ നോട്ട് ഫാൻറ്റാസ്റ്റിക്, കുറച്ച് ഫാബുലസ് എന്തല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്? സോറി, സം ഫാബുലസ് ആർ ഫാൻറ്റാസ്റ്റിക്, ഫാബുലസ് ഫാൻറ്റാസ്റ്റിക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ വന്നേക്കുന്നത്? ഓൺലി 2 ആണ് നമുക്ക് ഓപ്ഷൻ വന്നേക്കുന്നത്. ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ ചോദിക്കുവാണ്. സം fantastics are not fabulous. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. ഇത് ശരിയാണോ തെറ്റാണോ? സം ഫാൻറ്റാസ്റ്റിക് ആർ നോട്ട് ഫാബുലസ്, ഫാൻറ്റാസ്റ്റിക്കിൻ്റെ കുറച്ച് പാർട്ട് ഫാബുലസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. സം ഫാൻറ്റാസ്റ്റിക്, കുറച്ച് ഫാൻറ്റാസ്റ്റിക് എന്തല്ല? ഫാബുലസ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളൊരു സെക്ഷനുണ്ട്. കാരണം ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ട് ഇതിനകത്ത് കയറുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഓൾസോ ആ ഫാൻറ്റാസ്റ്റിക് അതിനകത്ത് കയറത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഫാബുലസിനകത്ത് എൻട്രി ഇല്ല എന്നുള്ളതൊക്കെ തോന്നും. ഇനി അങ്ങനെയല്ല, ഇത് ഒരു റോങ് ആയിട്ടൊരു കൺക്ലൂഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫാൻറ്റാസ്റ്റിക്, ഇത് ഫാൻസ്. ഇങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു സം നോട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ സം പാർട്ട്, ഈ ഫാൻസ് എന്ന് പറയുന്ന സർക്കിളിൻ്റെ എൻ്റയർ സർക്കിളിനകത്ത് എൻട്രി ഇല്ല എന്ന് വന്നാൽ മാത്രമേ നമുക്ക് സം നോട്ട് എന്നൊരു കൺക്ലൂഷൻ അവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സം ഫാൻസ് ആർ സം നോട്ട് വന്നിട്ടുണ്ട്, ഫാൻറ്റാസ്റ്റിക്കും ഫാൻസും തമ്മിലൊരു സം നോട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഇത്ര പാർട്ട് ഈ എൻ്റയർ സർക്കിളിനകത്ത് എൻട്രി ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഫാബുലസ് എന്ന് പറയുന്ന ആ വലിയ സർക്കിളിനകത്ത് എൻട്രി ഇല്ല എന്ന് കാണിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ആ ഒരു കൺക്ലൂഷൻ ശരിയായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇത് നേരെ തിരിച്ചു വേണമെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ നോ എൻട്രി എന്ന് വരണമായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ടില്ല. അപ്പം എന്താണ് അങ്ങനെ ഒരു കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് റോങ് ആണ്. അതൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൺലി 2 ഫോളോസ് ആണ് വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺലി എ ഫ്യൂ ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ്. 0% ടീച്ചേഴ്സ് ആർ ലോയേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 0%? നോ ആണ് കേട്ടോ. 0% എന്ന് പറഞ്ഞാൽ നോ ആണ്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആണ്. 0 to 99% എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പം സം ആയിരിക്കും. ഇത് കുറച്ച് കീവേഡ്സ് ആണ്. നമുക്ക് ഓളിനും സമ്മിനും നോയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നോ ടീച്ചേഴ്സ് ഈസ് ലോയേഴ്സ് എന്നാ. ഓക്കെ, ഒരു ടീച്ചേഴ്സും എന്തല്ല? ലോയേഴ്സ് അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. നോ ടീച്ചേഴ്സ് ഈസ് ലോയേഴ്സ്, നോ ടീച്ചേഴ്സ് ഈസ് ലോയേഴ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലോയേഴ്സ്, ഓൾ ലോയേഴ്സ് ആർ ടീച്ചേഴ്സ്, എല്ലാ ലോയേഴ്സും ടീച്ചേഴ്സ് ആണെന്ന്. നോ ടീച്ചേഴ്സ് ഈസ് ലോയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നടക്കത്തില്ല. സം ഡോക്ടേഴ്സ് ആർ നോട്ട് ലോയേഴ്സ്. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഇത്രയും പാർട്ട് എന്തല്ല? ലോയർ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ട് ഡെഫിനറ്റ് ആയിട്ട് എന്തല്ല? എന്താവത്തില്ല? ലോയർ ആവത്തില്ല. ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടിന് ഇങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിന് എനിക്ക് എന്ത് പേര് വിളിക്കാം? സം
ഡോക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓൾസോ അത് സം ടീച്ചേഴ്സ് ആണ്. പക്ഷേ എനിക്ക് ഇൻ ടേംസ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ പേര് പറയുവാണെങ്കിൽ സം ഡോക്ടേഴ്സ് എന്നല്ലേ, ആ സം ഡോക്ടേഴ്സിന് ഒരിക്കലും ലോയേഴ്സ് ആവാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ ശരിയാണ്. ഓൺലി 2 ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോ ക്രീം ഈസ് ലോഷൻ. നോട്ട് എ സിംഗിൾ ഓയിൽ ഈസ് ലോഷൻ ഈസ് ഓയിൽ. നോട്ട് എ സിംഗിൾ, ഒരു ഓയിലും ലോഷൻ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നോട്ട് എ സിംഗിൾ ലോഷൻ ഈസ് ഓയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ലോഷനും ഓയിലല്ല. ഓക്കെ, അപ്പം അതൊരു നോ റിലേഷനാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മാറ്റി തന്നിരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സാധാ ഫോമറ്റിൽ നിന്ന് ഒന്ന് മാറ്റി തന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് മീനിങ് എന്താണ്? നോ തന്നെയാണ്. എവരി ഓയിൽ ആർ ഷാംപൂ. എല്ലാ ഓയിലും ഷാംപൂ ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സം ഷാംപൂ വിച്ച് ആർ ഓയിൽ. അപ്പം സം ഷാംപൂ വിച്ച് ആർ ഓയിൽ, ഷാംപൂവിനകത്ത് വരുന്ന ഓയിൽ, അതായത് രണ്ടും കൂടി കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ട്. ആർ ക്രീം ഈസ് എ പോസിബിലിറ്റി. അത് ക്രീം ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിന് ക്രീമിനും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അങ്ങനെ രണ്ട് റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും പോസിബിലിറ്റി ചോദിക്കുവാണെങ്കിൽ എന്ത് ശരിയാവും? അത് ശരിയാവും. രണ്ട് റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ എന്ത് വേണോ നമുക്ക് പോസിബിലിറ്റി ഇട്ട് പറയാൻ ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്? അവിടെ റിലേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്ത് റിലേഷൻ വേണോ നമുക്ക് അസ്യൂം ചെയ്യാം. എന്തെങ്കിലും ഒരു റിലേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒന്ന് ഇതിൽ ആ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരിക്കലും പോസിബിലിറ്റി ഇട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ രണ്ടിനും ഒരു റിലേഷനും ഇല്ല. നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടും ഈ പാർട്ടിനുമായിട്ട് യാതൊരു റിലേഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? എന്ത് വേണോ ആ രണ്ട് പാർട്ടും തമ്മിൽ പോസിബിലിറ്റി ഇട്ട് പറയാം. അപ്പോൾ സം ഷാംപൂ വിച്ച് ആർ ഓയിൽ ഓർ ക്രീം ഈസ് എ പോസിബിലിറ്റി ശരിയാണ്. നോ ക്രീം ഈസ് എ ഓയിൽ, അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ക്രീമും ഓയിലുമായിട്ട് യാതൊരു റിലേഷനും ഡിഫൈൻ ചെയ്യുന്നില്ല. കാരണം അവർ തമ്മിൽ സർക്കിൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു കൺക്ലൂഷനും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട്? ക്രീമിനെയും ഓയിലിനെയും കണക്ട് ചെയ്തുകൊണ്ട്. ക്രീമിനെയും ഓയിലിനെയും കണക്ട് ചെയ്തുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ക്രീമിനെയും ഷാമ്പൂവിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റൂല. അതുപോലെ പോസിബിലിറ്റി ഇട്ടോ എന്ത് വേണോ നമുക്ക് പറയാനും പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. റിലേഷൻ ഇല്ലാത്ത രണ്ട് സർക്കിൾ തമ്മിൽ എന്ത് വേണോ പോസിബിലിറ്റി ആയിട്ട് പറയാം, ഒന്നും തന്നെ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൺലി 1 ഫോളോസ് എ ആണ് ഓപ്ഷൻ വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എ ഫ്യൂ ബലൂൺ ആർ നോട്ട് ടോയ്സ്. എ ഫ്യൂ ബലൂൺ ആർ നോട്ട് ടോയ്സ് അല്ലേ? അതിൻ്റെ മീനിങ് നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന മീനിങ് എന്താണോ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. എ ഫ്യൂ എന്ന് വെച്ചാൽ സം ബലൂൺ ആർ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? നോട്ട് ടോയ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബലൂണിൻ്റെ ഇത്ര പാർട്ട് എന്താവത്തില്ല? ടോയ് ആവത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓൾ ടോയ്സ് ആർ ബിയർ. എല്ലാ ടോയ്സും എന്താണ്? ബിയർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നോ ബിയർ ഈസ് വൈൽഡ്. ഒരു ബിയറും എന്തല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്? വൈൽഡ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബിയറിനെ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യുന്നു. നോ റിലേഷൻ രണ്ടുപേരെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷെയ്ഡിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഇല്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നോ വൈൽഡ് ഈസ് എ ടോയ്. അപ്പോൾ ഇവിടെ ടോയിയും വൈൽഡിനും ഷെയ്ഡ് ഉണ്ടോ? ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ശരിയാണ് അല്ലേ? നോ ടോയ് ഈസ് വൈൽഡ് എന്നല്ലേ പറഞ്ഞത്? നോ വൈൽഡ് ഈസ് ടോയ് അല്ലെങ്കിൽ നോ ടോയ് ഈസ് വൈൽഡ് എന്തോ ആവട്ടെ, അതെന്താണ്? കറക്റ്റാണ്. കാരണം ടോയുടെ സർക്കിൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വൈൽഡിൻ്റെ സർക്കിൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തില്ല? മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് വൺ ശരിയാണ്. നോ ബലൂൺ ഈസ് വൈൽഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബലൂണിൻ്റെ ഇതാണ് അല്ലേ? ബലൂൺ എന്ന് പറയുന്ന ആളും വൈൽഡ് എന്ന് പറയുന്ന ആളും ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചായിരുന്നു, രണ്ട് സർക്കിൾ തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ അത് തമ്മിൽ യാതൊന്നും എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഓൺലി 1 ഫോളോസ് ആണ് എൻ്റെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺലി എ ഫ്യൂ സ്കൂൾ ആർ കോളേജ്. സം സ്കൂൾ ആർ കോളേജ് ആണ്, സം സ്കൂൾ ആർ നോട്ട് കോളേജ് ആണ്. ഓൺലി എ ഫ്യൂ കോളേജ് ആർ യൂണിവേഴ്സിറ്റി. സം കോളേജ് ആർ യൂണിവേഴ്സിറ്റി ആണ്, സം കോളേജ് ആർ നോട്ട് യൂണിവേഴ്സിറ്റി ആണ്. നോ യൂണിവേഴ്സിറ്റി ഈസ് ഓഫീസ്. സം സ്കൂൾ ക്യാൻ ബി യൂണിവേഴ്സിറ്റി. കുറച്ച് സ്കൂൾസിന് യൂണിവേഴ്സിറ്റി ആവാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു രണ്ട് ബന്ധമില്ലാത്ത സർക്കിൾ തമ്മിൽ എന്ത് വേണോ പോസിബിലിറ്റി ഇട്ട് പറയാം. ഇവിടെ യൂണിവേഴ്സിറ്റി സ്കൂളും തമ്മിൽ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി സർക്കിൾ സ്കൂളിൻ്റെ സർക്കിൾ യൂണിവേഴ്സിറ്റിയുടെ സ്കൂളിൻ്റെ സർക്കിൾ തമ്മിൽ ഫിഗറിലെ സർക്കിൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ എന്ത് വേണോ പോസിബിലിറ്റി ഇട്ട് പറയാം. ഇവിടെ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സർക്കിൾ തമ്മിൽ ഫിഗറിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്ത് വേണോ പോസിബിലിറ്റി ഇട്ട് പറയാം. ക്യാൻ ബി എന്ന് വെച്ചാൽ പോസിബിലിറ്റിയാണ് കേട്ടോ. ക്യാൻ ബി എന്ന് വെച്ചാൽ പോസിബിലിറ്റിയാണ്. ക്യാൻ ബി മേ ബി ഒക്കെ പോസിബിലിറ്റിയാണ്. സം കോളേജസ് ക്യാൻ ബി ഓഫീസ്. കുറച്ച് കോളേജസ് എന്താവാന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓഫീസ് ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്. കോളേജസും ഓഫീസും തമ്മിലൊരു സം റിലേഷൻ എക്സിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സം കോളേജസ് കുറച്ച് കോളേജസ് ഓഫീസ് ആവാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ബോത്ത് 1 and 2 ഫോളോസ് എന്നാണ് നമ്മുടെ ആൻസർ വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നോക്കാനുള്ളത് കുറച്ച് കീവേഡ്സ്. ഞാൻ കുറച്ച് കീവേഡ്സ് 0%, 55%, 100% ഒക്കെ വന്ന എന്ത് കീവേഡ്സാണ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് വേർഡ്സിൽ എന്താണോ മീനിങ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ഫിഗറിൽ വരയ്ക്കേണ്ടത്. ഓൺലി ഫ്യൂ സ്കൂൾസ് ആർ കോളേജ്. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് ഫ്യൂ നോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് സം നോട്ടാണ് വരേണ്ടത്. അതുപോലെ ലിറ്റിൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മാണ് എടുക്കാനുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ഫ്രീക്വൻ്റ്ലി, മോസ്റ്റ്ലി, അറ്റ്ലീസ്റ്റ്, സം. ഇതെല്ലാം എന്തിൻ്റെ കീവേഡ്സ് ആണ്? സമ്മിൻ്റെ കീവേഡ്സ് ആണ്. അങ്ങനെ കുറേ അധികം കീവേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സിലോജിസം ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് പ്രത്യേകം ഒന്ന് നോക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണോ കറസ്പോണ്ടിങ് ആയിട്ട് ആ മീനിങ്ങിൽ അങ്ങ് വരച്ചാൽ മാത്രം മതി. അപ്പോൾ ഓൾ എന്ന് വെച്ചാൽ എല്ലാം, സം എന്ന് വെച്ചാൽ കുറച്ച്. അപ്പോൾ കുറച്ച് മീനിങ് വരുന്നതാണെങ്കിൽ സമ്മിൻ്റെ ഫിഗർ വരയ്ക്കുക. എല്ലാം എന്നുള്ളൊരു മീനിങ് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഓളിൻ്റെ ഫിഗർ വരയ്ക്കുക. അത്ര ഒരു വ്യത്യാസമേ നമ്മൾ വരുന്നുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കീവേഡ്സ് ഒരുപാട് വന്നിപ്പം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എന്താണ് കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ PDF എടുത്തു വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഓൾ.